ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബൈക്ക് നമ്മുടെ NSൻ്റെ തന്നെ റബ്ബറിനായിട്ട് വന്ന നമ്മുടെ NX160 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ അത് എൻ്റെ ഇരിക്കുന്ന BS4 വണ്ടിയാണ്. അപ്പോൾ BS6 വരുമ്പം അതിൻ്റെ അപ്ഡേഷന് അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് നമ്മുടെ 160യുടെ ഒരു ചെറിയ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന NS160. അപ്പോൾ നമ്മുടെ NS200 വന്നപ്പോഴത്തേന് അതിൻ്റെ ഒരു അപരക്കാരനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പിൽ അതിൻ്റെ ഒരു 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 രൂപഭംഗി കൊടുത്ത് നമുക്ക് ഒരു ചെറിയ പ്രൈസിൽ കൊടുത്താണ് നമ്മുടെ NS160 എന്ന് പറയുന്ന മോഡൽ. ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാലജൻ ബൾബാണ് നമുക്കെപ്പോഴും ഹെഡ്ലൈറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ NS200 കാണുന്ന അതേ സെയിം രീതിയിലുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. താഴെയായിട്ട് 2 പാർക്കിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് 2 ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതും LED അല്ല, ഹാലജൻ ബൾബ് തന്നെയാണ്. പിന്നെ ബാക്കിലത്തെ ലൈറ്റിനെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിൽ LED ആണ് ടെയിൽ ലൈറ്റ് വരുന്നത്. തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്റർ, ഹാലജൻ ബൾബ് അത് 2 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം BS6 വന്നിട്ടും മാറ്റമൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. ഹാലജൻ ഇൻഡിക്കേറ്റർ, ലാമ്പ് എല്ലാം അതുപോലെ തന്നെ ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. ഇനിയും എഞ്ചിൻ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ BS4 കുറിച്ച് ആദ്യം സംസാരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓരോ കാര്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ BS6 കൊണ്ടുവന്ന മാറ്റം അതെങ്ങനെയാണ് അതും പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ BS4 ആണ്. ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ ഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 160cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ബജാജ് NS160 പ്രൊവൈഡ് ചെയ്യുന്നത്. ഓയിൽ കൂൾഡ് വിത്ത് എയർ, അതായത് നമുക്ക് എയർ കയറാനുള്ളതായിട്ടൊരു ചെറിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടും ഓയിൽ കൂൾഡാണ് വണ്ടി. BS6 വന്നാലും ഈ ഒരു സെയിം തന്നെയാണ് എൻജിൻ. വേറെ മാറ്റങ്ങളോ ഓയിൽ കൂൾഡോ അല്ല ലിക്വിഡ് കൂൾഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. സെയിം എൻജിനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വ്യത്യാസം കൊണ്ടെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ BHP, ടോർക്ക്, അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ കൂടുതൽ പറയുന്നതായിരിക്കും. ഇനി നമ്മുടെ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 ലിറ്ററിൻ്റെ ടാങ്കാണ്. നമ്മുടെ NSൽ പോലെ തന്നെ 12 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. നല്ല ഫ്യൂൾ റേഞ്ച് കിട്ടുന്ന ടാങ്ക് കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയുടെ റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.2 ലിറ്ററാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്ക് 12 ലിറ്റർ റൈഡ് റേഞ്ചും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു 350 കിലോമീറ്ററോളം നമുക്ക് റൈഡിങ് റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം BS6 ആണെങ്കിലും മാറ്റമൊന്നും കൊണ്ടുവന്നിട്ടില്ല, അത് സെയിം താനാണ്. പിന്നെ വന്നിരിക്കുന്ന സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റാണ്. നമുക്ക് NS200 പോലെ തന്നെ 160 വന്നിരിക്കുന്ന സ്പ്ലിറ്റ് സീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ളൊരു സീറ്റും കാര്യങ്ങളും NSനേക്കാളും ഒരു ഹാർഡാണ് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ റൈഡർക്ക് നല്ല അത്യാവശ്യം വലിപ്പമുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ പില്ലിയൻ സീറ്റാണെങ്കിലും ഇവിടെ ഒരു മുഴപ്പ് പോലെ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാക്കി ഇരിക്കുന്ന ആൾ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഓടിക്കുന്നതിന് തെന്നി വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ മുഴപ്പ് പോലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പില്ലിന് പിടിച്ചിരിക്കാൻ പറ്റിയ നല്ല 2 ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്കായിട്ടുള്ള ഗ്രാബ് റെയിൽ നമ്മുടെ NS കൊണ്ടുവരുന്ന പോലെ തന്നെ NS200 കൊണ്ടുവരുന്ന പോലെ തന്നെ ഗ്രാബ് റെയിലും കൊണ്ടുവന്നിട്ടുണ്ട്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ്. പക്ഷേ ഓക്കെ, അത് പറയാം. പുറയിൽ നൈട്രോക്സിൻ്റെ മോണോഷോക്കാണ്, അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ നമ്മുടെ NS200 ഒരു ശകലം വലിപ്പക്കുറവ് പോലെ എനിക്ക് തോന്നി. വലിപ്പക്കുറവ് പോലെ തോന്നിയെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വലിപ്പക്കുറവുള്ളത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം NSൻ്റെ തന്നെ എടുത്ത് കൊടുത്താൽ പിന്നെ NSന് വാല്യൂ ഇല്ലായി പോലും. അതുകൊണ്ടായിരിക്കണം നമുക്ക് NS160 കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചെറിയ വലിപ്പം കുറഞ്ഞ ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ NS160 മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിക്ക് സ്റ്റാർട്ടും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് 260 mm ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്കിൽ വരുന്നത് ഡ്രം ബ്രേക്കാണ്. BS4 ആയതുകൊണ്ടാണ് നമ്മുടെ ഇനിയുള്ള, അതായത് നമ്മുടെ B6 മോഡൽ NS160 ഫ്രണ്ട് 260 mm ഡിസ്കും ബാക്കിൽ 230 mm ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് BS4 ആയതുകൊണ്ടാണ് എങ്ങനെ വ്യത്യാസം വന്നില്ല. ഈ വണ്ടി കയ്യിലിരിക്കുന്നത് കാർബ് എഞ്ചിനാണ്, കാർബറേറ്ററാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയുള്ള, അതായത് BS6 വരുമ്പോഴത്തേന് ഇത് മാറി നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷനും കിട്ടിയിട്ടുണ്ട്.
അതൊരു പ്രത്യേകതയായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകത അല്ലാത്തൊരു ഗുണമാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ കൊണ്ട് തന്നെ ഇനിയും വണ്ടിയുടെ മൈലേജ് കൂടാനും പവർ കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. നമ്മുടെ 160 ഇറങ്ങിയപ്പോഴത്തേന് ഏറ്റവും കൂടുതൽ നേരിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടയർ സൈസിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, ചെറിയ ടയറാണ്, ഒരു പെൻസിൽ പോലെ കുഞ്ഞു ടയറാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ BS6 വരുമ്പോഴത്തേന് നല്ല വലിയ ടയറാണ് കൊടുത്തിരിക്കുന്നത്. 120 അല്ലെങ്കിൽ 130 ടയറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് BS6 വരുമ്പോഴത്തേന് വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ കിടക്കുന്ന ടയർ കാര്യങ്ങൾ പറഞ്ഞാൽ ബാക്കിൽ 110, ഫ്രണ്ടിൽ 90. അപ്പോൾ നമ്മുടെ BS6 വരുമ്പോഴത്തേന് ഫ്രണ്ടിൽ 90 റേഞ്ച് ആ ടയർ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ ടയറിൻ്റെ സൈസ് കൂട്ടുണ്ട്. നമ്മുടെ NS200 കാണുന്ന സെയിം ക്രാഷ് കാർഡ് തന്നെയാണ് നമുക്ക് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. വലിയ മെച്ചമുള്ള ക്രാഷ് കാർഡെന്നൊന്നും പറയുന്നില്ല, എന്താ വലിയ ബലവും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം കൊള്ളാം, അത്രേ ഉള്ളൂ. അങ്ങനെ ക്രാഷ് കാർഡ് മാത്രമാണ്. ഇനി നമ്മൾ വണ്ടിയുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടിയും കയറിയിരുന്നേക്കാം. മീറ്റർ കൺസോളിൻ്റെ കാര്യമൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പറയാവുന്നതാണ്. നമ്മൾ വണ്ടിയുടെ പൊസിഷൻ നമ്മുടെ NS200 ഇരിക്കുന്ന പോലെയല്ല, ഒരു മാറ്റമുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ NS200 ഇരിക്കുന്നൊരു ഫീല് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് ഇച്ചിരി കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള, അതായത് NS200 ഒരു ഫീൽ നമുക്ക് അത് നമ്മൾ കയറിയിരിക്കുമ്പോൾ നമുക്കറിയാം, ആ ഒരു ഇത് ഗിമ്മ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഹാൻഡിൽ നമ്മുടെ NS കുറച്ച് ഇത്തിരി താന്നാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കുഴപ്പം വരുന്നില്ല, അല്ല അങ്ങനെ ഒരു റൈഡിങ് പൊസിഷൻ കിട്ടുന്നില്ല. ഇതിന് നമ്മൾ നേരെ തന്നെ ഇരിക്കണം. ഇനി നമ്മുടെ വണ്ടിയുടെ ഫുഡ് റെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പെക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നേരെ നമ്മുടെ നേരെ താഴെ തന്നെയാണ്, നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് റൈഡിങ് കംഫോർട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഒട്ടും അങ്ങ് താന്നിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് റൈഡിങ് കംഫോർട്ട് നല്ലപോലെ കിട്ടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ NS160 എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എൻജിൻ കൗളൊക്കെ പറയുന്ന പോലെ നമ്മുടെ NS200 കാണുന്ന പോലെ തന്നെ ഒരു എൻജിൻ കൗളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ഒറ്റ പീസാണ്. അതുപോലെ തന്നെ അപ്പുറത്തും അതേപോലത്തെ ഒരു ഇതുപോലെ തന്നെ ഒരു പീസ് അപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ ഓടിച്ചുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാൻ തോന്നിയ കാര്യം ക്ലച്ച് തന്നെയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബജാജിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ചും കാര്യങ്ങളൊക്കെ. അതായത് ഒരു ഹാർഡല്ല എന്നാൽ സോഫ്റ്റ് അല്ല, അങ്ങനെ തരത്തിലുള്ള ക്ലച്ചാണ്. അപ്പം ഇതിനും അതുപോലെ തന്നത്തെ ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അത്ര ഹാർഡല്ല എന്നാൽ ഹാർഡാണ് താനും, അങ്ങനെ ഒരു കാര്യമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ NS160 വരുന്ന ഗിയർ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് NS160 കൊടുത്തിരിക്കുന്നത്. അപ്പാച്ചി RTR അല്ലെങ്കിൽ അപ്പാച്ചിയുടെ വണ്ടിയായിരുന്നു നമുക്ക് 160 സെഗ്മെൻറ്റ് പൊളിച്ചടിക്ക് നിന്നത്. പക്ഷേ നമ്മുടെ BS6 NS160 വരവോടെ നല്ല ടെററാണ്. നമ്മുടെ NS വേറെ ലെവലായിട്ടുണ്ട്. NS എന്നല്ല, നമ്മുടെ NS160 വേറെ ലെവലായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞായിരുന്നു പവറിൻ്റെ കാര്യങ്ങളോടെ. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന BS4 എൻജിൻ വണ്ടിയാണ്. അതിന് 15 bhp അല്ല 15.3 bhp പവർ 8500 RPM നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ടോർക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 14.6 Nm ടോർക്ക് നമുക്ക് ഈ നമ്മുടെ 160 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ BS4 നിന്ന്. അപ്പോൾ നമുക്ക് BS6 വരുമ്പോഴത്തേന് പവറൊക്കെ നല്ല അതിമനോഹരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ BSP പവർ 17 കൂടിയിട്ടുണ്ട്. ടോർക്കിന് കാര്യമായ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ അതുകൊണ്ട് NS160 ഇനിയും ഞെരിപ്പായിട്ട് നമുക്ക് പൊളിച്ച് എടുക്കാം. അതുപോലെ നല്ല അടിപൊളി വണ്ടിയാണ് നമ്മുടെ NS160 ഇനി ഇറങ്ങാൻ പോകുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ NSന് ടയറിൻ്റെ സൈസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ BS6 വരുമ്പോഴത്തേന് ടയർ സൈസൊക്കെ നല്ലപോലെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോർണറിങ് സ്റ്റെബിലിറ്റിയൊക്കെ കൂടാൻ വേണ്ടിയാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നത്. നമ്മുടെ അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോഴത്തെ BS4 വണ്ടിക്ക് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ടയറിന് വലിപ്പക്കുറവായിട്ട് നമുക്ക് കോർണറിങ് ഒന്നും ശരിയാകത്തില്ല. അതായത് നമുക്കൊരു കോൺഫിഡൻസ് തോന്നത്തില്ല വണ്ടി ഒന്ന് കോർണർ ചെയ്യാനൊക്കെ. അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. നമ്മുടെ NS200 പോലത്തെ ഹാർഡായിട്ടുള്ള ഒരു സസ്പെൻഷൻ അല്ല നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ലൈറ്റാണ്. അതായത് നമുക്ക് സിമ്പിളാണ്. ഭയങ്കര എന്താണെന്ന് വെച്ചാൽ നല്ല പെർഫോമൻസ് ആണ് അതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്ന്. ബാക്കിലത്തെ അതുപോലെ വെച്ച് ബാക്കി ഇച്ചിരി ഒരു ശകലം ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ലായിരിക്കണം. നമ്മുടെ NSൽ സെയിം ആയിട്ടാണ് ബാക്കി വന്നിരിക്കുന്നത്. പക്ഷേ ഫ്രണ്ടിലൊരു മാറ്റം വന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഈ വണ്ടി എങ്ങനെ യൂസ് ചെയ്യേണ്ടവരാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ മേ ബി എന്താ പറയുക, നമ്മുടെ ഡെയിലി കോളേജിൽ പോകുന്നവർ അവർക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വണ്ടി, ഡെയിലി ഓഫീസിൽ പോകുന്നവർ, പിന്നെ വീട്ടിലെ അല്ലറ ചില്ലറ പരിപാടി എന്താ പറയുക, കടയിൽ പോകുന്നു, സാധനം വാങ്ങുന്നു, തിരിച്ചു വരുന്നു, പിറ്റേ ദിവസം എടുക്കുന്നു, അടുത്ത ദിവസം അടുത്ത കടയിൽ പോകുന്നു, സാധനം വാങ്ങുന്നു, തിരിച്ചു വരുന്നു, അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് വണ്ടിയാണ് നമ്മുടെ NS160 എന്ന് പറയുന്നത്.
ഇതൊരിക്കലും ഒരു ടൂറിങ്ങറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൂറിങ്ങിന് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് NS200 എടുക്കാം. ഇത് ടൂറിങ്ങിനല്ല, ഇത് സിറ്റി റൈഡിന് വേണ്ടി നമ്മുടെ ബജാജ് നിർമ്മിച്ചേക്കുന്ന ഒരു വണ്ടിയാണ് ഈ NS160 എന്ന് പറയുന്നത്. വണ്ടിയുടെ വൈബ്രേഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സാമാന്യം നല്ല തോതിൽ വൈബ്രേഷൻ തോന്നുന്നുണ്ട്. വണ്ടിയെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, എന്താ പറയുക, നമുക്കൊരു 80 മണ്ടയിലോട്ടൊക്കെ കയറുമ്പോഴത്തേന് വണ്ടി പതുക്കെ ഒന്ന് വൈബ്രേറ്റ് ആകുന്നുണ്ട്. പിന്നെ അതിന് മുകളിലോട്ടത്തെ കാര്യം പറയണ്ടല്ലോ. വൈബ്രേറ്റ് ആകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് വൈബ്രേഷൻ തുടങ്ങുന്നത് നമ്മുടെ പുട്ട്പക്കിൻ്റെ അല്ലെങ്കിൽ പുട്ട്രസ്റ്റിൻ്റെ അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഹാൻഡിൽ ബാറിലോട്ടാണ് വൈബ്രേഷൻ കയറുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു ചെറിയ പ്രശ്നം ഒഴിച്ചാൽ വണ്ടി പൊളിയാണ്. ഓക്കെ, ഇനി നമ്മുടെ വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 151 കിലോ വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 177 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി തരുന്നുണ്ട്. ഇനി നമ്മുടെ മീറ്റർ കൺസോളിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ തെറിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഓഡോമീറ്റർ, അതിൻ്റെ ഇപ്പോഴത്തെ സ്പീഡോമീറ്റർ, പിന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2, അതിൻ്റെ മണ്ടയ്ക്ക് സമയവ്, പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷന്, മണ്ടയിൽ നമ്മുടെ RPM ലിമിറ്റിൻ്റെ ഒരു ലൈറ്റ്, ഈ തൊട്ട് സൈഡിലോട്ട് ഫ്യൂവൽ. അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് വണ്ടി ഫസ്റ്റ് ആയിട്ട് ക്ലച്ച് എടുത്താൽ എന്താ വണ്ടി കട്ട് ഓഫ് ആകുമെന്ന് ഞാൻ കരുതി. പക്ഷേ അങ്ങനെയല്ല, ആ ഇൻഡിക്കേഷൻ അവിടെ ആ സൈഡ് സ്റ്റാൻഡ് എന്നുള്ള ഒരു കാര്യം മാത്രം കാണിക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ ഇല്ല. നമുക്ക് ഈ സൈഡിലോട്ട് കുറച്ച് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ എന്താ പറയുക, NS200 വരുന്ന പോലെ തന്നെ NS200 ഇതിനകത്തൊന്ന് മിസ്സായിരിക്കുന്നൊരു കാര്യം ഹീറ്റിംഗ് ആണ്. അതുകൊണ്ടുണ്ടെങ്കിൽ സെയിം NSൻ്റെ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു മീറ്റർ കൺസോളാണ് നമുക്ക് വന്നേക്കുന്നതെന്ന് പറയാം. ഇവിടെ ബജാജിൻ്റെ ഒരു നീല സിമ്പിൾ കത്തി ഉണ്ട് എപ്പോഴും, പിന്നെ ബാറ്ററിയുടെ, പിന്നെ ഓയിലിൻ്റെ, പിന്നെ നമ്മുടെ ന്യൂട്രൻ്റെ ഒരു ലൈറ്റ്, പിന്നെ ബ്രൈറ്റ് വണ്ടി സ്റ്റാർട്ടാക്കി കാണത്തുള്ളൂ. ബ്രൈറ്റിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ട കാഴ്ച ഇവിടെ ചെറുതായിട്ടൊന്ന് കത്തിയിട്ടുണ്ട്, കാണാൻ പറ്റുമോ അറിയത്തില്ല. അപ്പോൾ ഇനി സ്വിച്ചുകളെ കുറിച്ച് പറയുവാണെങ്കിൽ പാസിനൊരു സ്വിച്ച്, നമ്മുടെ ഡിം ആൻഡ് ബ്രൈറ്റ് ഒരു സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ഹോണ്, ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേന് എഞ്ചിൻ ഓൺ ഓഫ് ഒരു സ്വിച്ച്, സ്റ്റാർട്ട് ചെയ്യാനൊരു സ്വിച്ച്, ഇതിന് പ്രത്യേകം സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്, കിക്ക് സ്റ്റാർട്ടും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെടാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പിരിയാം. See you soon in the next video. Bye bye.